മോളെ കനി എണീക്ക്. വേഗം എണീക്ക്, ഇന്ന് ക്ലാസ് ഉള്ളതല്ലേ. ഷോ, ഈ അമ്മ ഉറങ്ങാനും സമ്മതിക്കൂല. മതി ഉറങ്ങിയത്. ടീച്ചറെ കണ്ടല്ലേ മക്കള് പഠിക്കുക. വേഗം ക്ലാസ്സിൽ പോവാൻ നോക്ക്. ഇന്ന് നീ നേരം വൈകി പോയാലേ പിന്നെ നാളെ തൊട്ട് മക്കളും നേരം വൈകി വരും. എന്റെ അമ്മേ, ഇന്നേ വരെ ഞാൻ നേരം വൈകി ക്ലാസ്സിലോട്ട് പോയിട്ടുണ്ടോ? അതൊന്നുമില്ല. എന്നാലും എന്റെ അമ്മേ, ബെസ്റ്റ് ടീച്ചറിനില്ലേ അവാർഡ് കിട്ടിയതായ എനിക്ക് സ്കൂളിന്. അത് വെച്ച് അഹങ്കരിക്കണ്ട, വേഗം പോവാൻ നോക്ക്. ഈ അമ്മയുടെ ഒരു കാര്യം. പിന്നെ കനി, എന്തേ, എന്തോ പറയാനുണ്ടല്ലോ. അത് പിന്നെ ഇന്നലെ ദിവാകരേട്ടൻ വന്നിരുന്ന്. ഞാൻ നിന്നോട് ക്ലാസ് കഴിഞ്ഞ് വന്ന ക്ഷീണത്തില് പറയണ്ടെന്ന് കരുതി. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ? അധികമൊന്നും പറഞ്ഞില്ല. ഞാൻ അവളെ വന്നിട്ട് പറയാന്ന് പറഞ്ഞു. എല്ലാം റെഡി ആവുമേ. സാലറി കിട്ടിയ അപ്പൊ തന്നെ ഞാൻ വാടക കൊടുത്തോളാം. മോളെ, ഞാനൊരു കാര്യം. വേണ്ട വേണ്ട, അമ്മ പണിക്ക് പോകുന്നതാണെങ്കിൽ കേൾക്കണ്ട. നമുക്ക് എന്നതല്ലേ ചോദിക്കാനുള്ളൂ. പണിക്ക് അമ്മയെ ഞാൻ വിടത്തില്ല. അമ്മന്റെ ഹെൽത്തിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണ ഉണ്ടല്ലോ. എന്നാലും നീ ഇപ്പോ ഒരാളെ ഒഴിവിനല്ലേ കയറിയേക്കുന്നേ. എന്തെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല അമ്മേ. എന്തെങ്കിലും ഒന്ന് നോക്കണം. ഇതാണെങ്കിൽ തൽക്കാലികത്തിനല്ലേ കയറിയേക്കുന്നേ. ഇതിനെ ഉറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. എല്ലാം റെഡിയാവും. അച്ഛൻ മരിക്കുമ്പോ എത്ര കടമുണ്ടായിരുന്ന നമുക്ക്, അതൊക്കെ ഞാൻ വീട്ടിലില്ലേ. ഇനിയിപ്പോ നമുക്ക് താമസിക്കാൻ നല്ലൊരു വീട് വെക്കണം. പിന്നെ ഋഷിക്കുട്ടന്റെ പഠനം. അല്ല, അവനെന്തേ ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല? ആ, അവന് എക്സാം ഉള്ളതല്ലേ. നേരത്തെ പോയിട്ടുണ്ട് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പഠിക്കാന്. ആ, അവനെ പഠിപ്പിച്ച് എനിക്ക് വലിയ നിലയിൽ എത്തിക്കണം. അതാണ് എന്റെ ഏറ്റവും വലിയ ഡ്രീം. എല്ലാം നടക്കും മോളെ. എന്റെ മോക്ക് ദൈവത്തിന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. അച്ഛനുള്ളപ്പോഴും അച്ഛന്റെ സ്നേഹം നല്ലതുപോലെ കിട്ടിയില്ല മക്കൾക്ക്. ഉള്ള കാലം ഫുൾ ടൈം കുടിച്ചു നടന്ന് കടങ്ങൾ ഉണ്ടാക്കുക അല്ലാതെ ഒരു ഉപകാരം അദ്ദേഹത്തിനോട് കിട്ടിയിട്ടില്ല. ഓ മതി മതി, ഇനി പഴയതൊക്കെ പറഞ്ഞ് അമ്മയുടെ പ്രഷർ കൂടണ്ട. ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണ്ടിയിരുന്നു. നിന്റെ എന്തേലും ഉണ്ടാവോ? ആ, അത് ഞാൻ വാങ്ങിക്കോളാം. ഞാൻ ഇന്നലെ തന്നെ വാങ്ങാൻ കരുതിയതാ. പക്ഷേ ഒരുപാട് ലേറ്റ് ആയപ്പോ ഞാനിങ്ങ് പോന്നു. അല്ലെങ്കിൽ ബസ് കിട്ടത്തില്ല. അല്ല, ഋഷിക്കുട്ടിന് ഫുഡ് എന്താ കൊടുത്തയച്ചേ? മുട്ട ഇരിപ്പുണ്ടായിരുന്നു, അത് പൊരിച്ചു കൊടുത്തു. പിന്നെ രാവിലേക്ക് ഉപ്പുമാവ് വെച്ചിട്ടുണ്ട്. അല്ലമ്മേ, അപ്പൊ അമ്മക്ക് ഉച്ചക്ക് എന്താ? അതൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. മുറ്റത്ത് ചീരയും മുരിങ്ങയൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനു പേടിക്കണം. ഞാൻ വേഗം മീൻ വാങ്ങിക്കൊണ്ടുവരണോ? വേണ്ട, നീ വേഗം റെഡിയായി പോവാൻ നോക്ക്. നീ വരുമ്പോ സാധനം വാങ്ങത്തില്ലേ, അപ്പൊ വേണമെങ്കിൽ കുറച്ച് വാങ്ങിക്കോ. എല്ലാം റെഡി ആവും അമ്മേ. ഞാൻ നല്ലൊരു ജോലിക്ക് കയറിയ കടങ്ങൾ കുറച്ചുകൂടല്ലേ. അതൊക്കെ വീട്ടിൽ നല്ലൊരു വീട് വെച്ച് നമ്മൾ അങ്ങോട്ട് മാറും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോളെ. നമ്മളെ ഇതുവരെ എത്തിയില്ലേ. ഒരുപാട് കഷ്ടപ്പെട്ടതാ നീ. പിന്നെ ഞാൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. എന്റെ ലോകം തന്നെ നിങ്ങൾ രണ്ടുപേരാ. നിങ്ങൾക്ക് വേണ്ടിയല്ലാതെ പിന്നെ ആർക്ക് വേണ്ടി ജീവിക്കാനാ ഞാന്? അല്ല, അവന്റെ എക്സാമിനെ കുറിച്ച് ഞാനൊന്നും ചോദിച്ചില്ല. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മേ? പറഞ്ഞു അവന്? ആ, അവന് കുഴപ്പമില്ലേന്നൊക്കെ പറയുന്നുണ്ട്. എന്താവോ എന്തോ, റിസൾട്ട് കിട്ടുമ്പോ അറിയാം. അയ്യോ, സംസാരിച്ചിരുന്ന് ടൈം പോയത് അറിഞ്ഞില്ല. ഞാൻ ഈ ഫ്രഷ് ആവട്ടെ. ആ ശരി, അമ്മ ചായ എടുത്ത് വെക്കാം. അമ്മേ, അമ്മേ, എവിടെ പോയി? അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. ആ, എന്റെ മോളെ കാണാൻ എന്ത് ഭംഗിയായിപ്പോ. കണ്ണു തട്ടാതിരിക്കട്ടെ. ഈ അമ്മയുടെ ഒരു കാര്യം. പിന്നെ ലോകസുന്ദരിയല്ലേ ഞാന്. എടി പെണ്ണെ, എല്ലാ അച്ഛനമ്മമാർക്കും തന്റെ മക്കളെ സുന്ദരി തന്നെ. നീ കേട്ടിട്ടില്ലേ തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന്? മതി മതി, ഇനിയിപ്പോ കേട്ടോണ്ട് നിന്നാ ഞാൻ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അല്ല അമ്മേ, ഈ പൂവൊക്കെ എന്തിനാ വെക്കുന്നേ? നല്ല ഭംഗിയുണ്ടടി, അത് അവിടെ ഇരുന്നോട്ടെ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ആ, നല്ല കഥായി പോയി. പിള്ളേരൊക്കെ പൂ നോക്കി നിന്നോളൂ, ക്ലാസ് ശ്രദ്ധിക്കത്തില്ല. ആദ്യമായിട്ടൊന്നല്ലല്ലോ നീ പൂവിട്ടോണ്ട് പോകുന്നേ. അമ്മ എന്നും വെച്ച് തരുന്നതല്ലേ. ഇതിപ്പോ എനിക്കും ശീലായി പോയി. ഇനിയിപ്പോ ഈ ശീലം എനിക്ക് മാറ്റാൻ പറ്റത്തില്ല തോന്നുന്നു. മതി മതി, നീ ബടായി പറഞ്ഞെന്ന്. വേഗം പോന്നോക്ക്. അല്ല, ബാഗ് വേണ്ടേ? ആ, അത് ഞാന് പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാ എന്റെ ചക്കര നമുക്ക് ഞാൻ പോയിട്ട് വരാവേ. മതി മതി, ഈ പെണ്ണിനി പോകത്തില്ല. ആ, പിന്നെ ക്രിസ്മസ് ഫണ്ട് ഇടുന്നുണ്ടെന്ന് പറഞ്ഞില്ലെന്നോ റിച്ചുകുട്ടനെ? അതിനുള്ള പൈസ ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടേ. അതവനെ എടുത്ത് കൊടുക്കണം കേട്ടോ. ആ, അത് എനിക്ക് ഓർമ്മയുണ്ടല്ലേ. ഞാൻ അതങ്ങ് മറന്നു. എനിക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാ ശരി, ഞാൻ പോട്ടെ. ബസ് ഇപ്പൊ പോവും. ദിവാകരേട്ടനല്ലേ വരുന്നേ? ആ മോളെ, നീ ക്ലാസ്സിൽ പോവായിരിക്കില്ലേ? ആ, അതെ. ഞാനിന്നലെ വീട്ടിൽ വന്നിരുന്നു. അമ്മ വല്ലതും പറഞ്ഞോ? ആ, പറഞ്ഞിരുന്നു എന്നോട്. എന്റെ അവസ്ഥ മോക്കറിയാലോ. ആകെ കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞ ആ വീടിന്റെ വാടകയാ. ആ, എനിക്കറിയാം. ഞാൻ സാലറി കിട്ടിയ ഉടൻ തന്നെ തരാം. പത്മത്തിനാണെങ്കിൽ ഇപ്പോ തീരെ വയ്യ. ഹോസ്പിറ്റൽ കേസും മറ്റുമായി ഒരുപാട് പണം വേണം. അപ്പോ ഞാൻ വാടക കുറച്ച് കൂട്ടായെന്ന് കരുതി. പക്ഷേ മോളോണ്ട് ഞാൻ എങ്ങനെ ചോദിക്കുക? അതുപോലെ അത് വിറ്റാലോ എന്നൊക്കെ ആലോചിക്കുക ഇപ്പോ. ആ, എനിക്കൊന്നും പറയാൻ പറ്റൂലല്ലോ. അങ്കിളുടെ വീടല്ലേ. ഞാൻ വാടകയ്ക്ക് വേറെ വീട്
അന്വേഷിക്കട്ടെ അങ്കിളെ. മോളെ അവസ്ഥ കണ്ടിട്ട് എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഈ അത് കുഴപ്പമില്ല. എന്തായാലും വേറെ വീട് നോക്കിയല്ലേ മതിയാവും. ഇനിയിപ്പോ ടൗണിൽ നോക്കിയാലോ എന്നാ തോന്നുന്നേ. ഈ യാത്രാ ചിലവൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. ആ, അത് ശരിയാ മോളെ. മോള് ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ? മോള് ജോലി ചെയ്ത് രാത്രിയാവത്തില്ലേ വീട്ടിലെത്താൻ? ഇതാവുമ്പോ മോക്ക് നല്ല സൗകര്യമായിരിക്കും. അതെ, അതാ ഞാനും ആലോചിക്കുന്നേ. എന്നാ ശരി കേട്ടോ. ആ, മോള് വേഗം പൊക്കോ. ആ, അമ്മയോട് ഒന്ന് അന്വേഷണം പറയണേ. കുറേയായി അതിലൂടെയൊക്കെ വന്നിട്ട്. ആകെ കിട്ടുന്ന ഞായറാഴ്ച എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, അല്ലെങ്കിൽ ഉറക്കമായിരിക്കും. ആ, അത് ഞങ്ങൾക്ക് അറിയാലോ മോളെ നിന്റെ അവസ്ഥ. എന്നാ ശരി, മറക്കരുത് എന്റെ അന്വേഷണം പറഞ്ഞേക്കണം. ആ, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. മോള് വേഗം ചെല്ല്, ബസ് കിട്ടാതിരിക്കണ്ട. പാവം കുട്ടി, കുടുംബത്തിനെ ഒരു നല്ല നിലയിൽ എത്തിക്കാൻ അവൾ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹം അവളോടൊപ്പം ഉണ്ടാവട്ടെ എന്നും. ചെറുപ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ മൊത്തം ഭാരവും ഏറ്റെടുത്തവളാ. എന്താ ദിവാകരേട്ടാ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? ഓ, ഒന്നുമില്ലടി, ഞാൻ ആ കനിനെ കുറിച്ച് ഓർത്തതാ. കനിയോ? എവിടെ? ആ, അവള് ക്ലാസ്സിൽ പോകുന്ന വഴി ഞാൻ കണ്ടതാ. അപ്പൊ കുറച്ച് സംസാരിച്ചു. ഞാൻ അവളെ കണ്ടിട്ട് കുറച്ചായി. ഇപ്പൊ അവളെ ഇങ്ങോട്ടൊന്നും കാണാറേ ഇല്ല. ആ, അവള് ടൗണിലെ ഒരു സ്കൂളിലേക്കല്ല പോകുന്നേ. അപ്പൊ കുറച്ച് ദൂരം ഉണ്ടല്ലോ, രാവിലെ പോവും, രാത്രിയാവും എത്താന്. അവളെ കാര്യം ഓർക്കുമ്പോ കഷ്ടം തന്നെ. ചെറുപ്രായത്തിൽ തന്നെ പണിക്ക് പോയി അവൾ നല്ലോണം കുടുംബത്തെ നോക്കി. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. നല്ല കുട്ടിയാവൾ. അതെ, അവൾ അച്ഛനുണ്ടാക്കിയ കടങ്ങളെല്ലാം അവൾ വീട്ടി. അമ്മനെ അനിയനെയും പൊന്നു പോലെ നോക്കുന്നു. അതെ, ഇതിൽ പരം എന്ത് വേണം? അവക്ക് അനിയനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്ത് വേറെ ആരും. അതെ, അവക്ക് അവളെ ലോകം തന്നെ അവരാ. അല്ല, പത്മമ്മക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? അവളെ അവസ്ഥ കുറച്ച് കഷ്ടം. ഹോസ്പിറ്റലും വീടുമായി മാറി മാറി നടക്കുക ഞാൻ. അയ്യോ, എല്ലാം റെഡിയാവും ദിവാകരേട്ടൻ. ടെൻഷൻ അടിക്കേണ്ട. എല്ലാ അസുഖവും മാറി പഴയതുപോലെ ആവും. അല്ല, മോളെങ്ങോട്ടാ? ഞാൻ ഈ കവല വരെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. എന്നാ ശരി കേട്ടോ, പിന്നീട് കാണാം. ഞാൻ അങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. അമ്മനെ കണ്ടിട്ടും കുറച്ചായി. ആ, ശരി. മുഹൂർത്തത്തിന് സമയമായിട്ടും കല്യാണ ചെറുക്കനെ കാണുന്നില്ലല്ലോ. എല്ലാരും ഈ കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നേ. ഗുരുജി, ഇനി അവൻ വരാതിരിക്കോ? എന്താണോ താൻ പറയുന്നേ? അവൻ എന്റെ ചെറുക്കനാണെങ്കിൽ പറഞ്ഞ സമയത്ത് തന്നെ അവൻ വന്നിരിക്കും. എന്തായാലും മുഹൂർത്തത്തിന് സമയമായി. താൻ പൂജാരിയോട് പറ കർമ്മങ്ങൾ തുടങ്ങാൻ. ആ കുട്ടിയെ കണ്ടിട്ട് തന്നെ പാവം തോന്നാലേ. എത്ര നേരമായി ആ കുട്ടി അവിടെ നിൽക്കുന്നേ. ഇനിയിപ്പോ ഈ കല്യാണം നടക്കൂലേ? എല്ലാരും അത് തന്നെ പറയുന്നേ. എന്താവോ എന്തോ. ആ, ആളെത്തിട്ടോ. ഈശ്വര, എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ. ഇത് ഗുരുജിയുടെ മകൾ സുമിത്രന്റെ പുത്രനല്ലേ? അതേടി, അതാ ഞാനും നോക്കുന്നേ. മുംബൈ മുഴുവൻ പരന്നു കിടക്കുന്ന ലക്ഷ്മി ഗ്രൂപ്പിന്റെ മാനേജർ ഇവനാണോ മണവാളൻ? അങ്ങനെ വരാൻ വഴിയില്ല. ഈ സാധു പെണ്ണിനെ അവൻ കെട്ടുവോ? ലോകമെമ്പാടും അറിയപ്പെടുന്ന ബിസിനസ് മാനാ. മുംബൈയിൽ മെഡിസിൻ പഠിക്കാൻ പോയിട്ട് അവിടെ ഒരു അധോലോക കൊണ്ടേ പ്രണയിച്ച വിവാഹം കഴിച്ച സുമിത്ര ദേവിയുടെ മകൻ. അവൻ തന്നെയല്ലേ ഇത്? അല്ല, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? ഞങ്ങൾ ആ പയ്യനെ നോക്കി നിൽക്കുകയായിരുന്നേ. ആ, വിക്രമിനെയോ? അതെ, സുമിത്രന്റെ മകനല്ലേ? ആ, അതെ. അവനാണോ ഈ പെണ്ണിനെ വിവാഹം ചെയ്യാൻ പോകുന്നേ? അതേന്നെ. അപ്പൊ നിങ്ങക്ക് അറിയത്തില്ലായിരുന്നോ? അവന്റെ അമ്മ മരിച്ചിട്ട് ഇപ്പോ 5-6 വർഷമായി. എന്തോ ക്യാൻസർ ആയിരുന്നെന്നാ കേട്ടിരുന്നേ. അവസാന നിമിഷമാണ് അറിഞ്ഞത്. അതുകൊണ്ട് രക്ഷിക്കാൻ പറ്റിയില്ല. മരിക്കുന്നതിന് മുമ്പ് അവൾ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ തന്റെ അച്ഛന്റെ ആശ്രമമായ വൃന്ദാവനത്തിൽ അവളെ സംസ്കരിക്കണമെന്ന്. അന്നാണ് ഞാൻ ഇവനെ അവസാനമായും ആദ്യമായും കാണുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് എന്താണെന്ന് വെച്ചാല്, മുംബൈ നഗരത്തിലെ അധോലോക നേതാവിയായ ഇവനെ പോലെ ഒരുത്തനെ ആ പാവം കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് എന്തിനാണ് ഗുരുജി? ഒന്നുമില്ലെങ്കിലും ആ കുട്ടി ഗുരുജിയുടെ ഒരേ ഒരു ചെറുമകളല്ലേ? ഇത്രയും പഠിപ്പും സൗന്ദര്യവും ഒക്കെ ഉള്ള കുട്ടിക്ക് നാട്ടിൽ നിന്നും നല്ല വിവാഹാലോചന കിട്ടാനിട്ടാണോ? അതെ, ഈ കല്യാണത്തിൽ പിന്നിൽ എന്തൊക്കെയോ തിരുമറികളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നേ. അത് തന്നെ എനിക്കും തോന്നുന്നേ. ഗുരുജിയുടെ ചെറുമകളുടെ കല്യാണമാണെന്ന് ഇന്നലെയല്ലേ ഈ നാട് മുഴുവൻ അറിയുന്നത് തന്നെ. ഈ നാട് തന്നെ അറിയപ്പെടുന്ന ഈ വൃന്ദാവന ആശ്രമത്തിന്റെ പേരില. അവിടുത്തെ കൊച്ചിന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞ കേമമായി ആഘോഷിക്കേണ്ടതല്ലേ? കല്യാണം ചുരുക്കിയത് പോട്ടെ, ഗുരുജിക്ക് എങ്ങനെ തോന്നി ആ പാവത്തെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ? അതെ, ആ കൊച്ചിന്റെ പഠിത്തവും കഴിഞ്ഞിട്ടില്ല. ഇത്ര ധൃതിയിൽ ഈ വിവാഹം നടക്കണമെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ കാര്യമുണ്ട്. അതെ, ആ കാര്യം പണം തന്നെയാണ്. ഇവന് കാണുന്ന പോലെയല്ലല്ലോ, നിസാരക്കാരനല്ല. ഇവന്റെ അച്ഛനേക്കാൾ ആസ്തിയുണ്ട് ഇവന്. ലക്ഷ്മി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മുംബൈ തന്നെ വലിയൊരു സാമ്രാജ്യമാണ്. അവരുടെ കീഴിൽ ഒരുപാട് ഹോസ്പിറ്റലുകൾ, ഹോട്ടലുകൾ എല്ലാം ഉണ്ട്. ഇവനൊരു വിരൽ ഉയർത്തിയാൽ പോലും അവിടെയുള്ളവർക്ക് ഭയമാണ്. ആ ഭയം തന്നെയാണ് അവന്റെ വിജയത്തിന്റെ രഹസ്യം. ഗുരുജിക്ക് പിന്നെ എന്ത് നോക്കാനാണ്? കുടുംബത്തിന്റെ സ്വത്ത് പുറത്തു പോകണ്ട എന്ന് കരുതി കാണും. അതുകൊണ്ടായിരിക്കും ധൃതി പിടിച്ച് ഈ കല്യാണം നടത്തുന്നത്.
താലികെട്ട് കഴിഞ്ഞ് അവരിറങ്ങാനായി, പോയി നോക്കാം. എന്നാലും ഇത്രയൊക്കെ വേണ്ടിയിരുന്നില്ല. അവൾ എൻ്റെ രക്തത്തിൽ പിറന്ന മകളല്ല എന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ നെഞ്ചിലെ ചൂടേറ്റാണ് അവൾ വളർന്നത്. മക്കളില്ലാത്ത ഞങ്ങളുടെ വിഷമം മാറ്റിയത് അവളാണ്. എൻ്റെ മകളുടെ ജീവിതം നശിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലേ? ഈ ചെയ്ത തെറ്റിനെ ഞാൻ നിങ്ങളോട് ഒരിക്കലും പൊറുക്കില്ല. എൻ്റെ അളിയൻ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ കല്യാണം നടക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഈ ചെയ്ത തെറ്റിനെ നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും. ഗുരുജി, ചെയ്തത് തെറ്റായിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? എനിക്കും തോന്നുന്നു തെറ്റായിപ്പോയെന്ന്. എന്താ ഗുരുജി ഒന്നും പറയാത്തെ? എല്ലാം സംഭവിച്ചത് നല്ലതിനാണ്. എൻ്റെ ചെറുമകൾ ജീവനോടെ ഇരിക്കാൻ ഈ വിവാഹം അനിവാര്യമായിരുന്നു. അവൻ ആരാണെന്നും എന്താണെന്നും നല്ല രീതിയിൽ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ച്. അവളുടെ ജീവൻ രക്ഷിക്കാൻ കടുത്ത സുരക്ഷാ വലയം തന്നെ വേണം. അതൊരിക്കലും എന്നെ കൊണ്ടോ ഇവിടെയുള്ള ആരെ കൊണ്ടോ സാധിക്കില്ല. പക്ഷേ അവനത് സാധിക്കും. അവന്റെ സംരക്ഷണത്തിൽ ആകുമ്പോൾ അവളെ തൊടാൻ പോലും ആളുകൾ വിറക്കും. ഋജിയുടെ തീരുമാനം നല്ലതിനാവട്ടെ ഈശ്വര. മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഇവിടെ നടക്കുന്ന പുകിലൊന്നും നീ അറിയുന്നില്ലല്ലോ. ഞാനിവിടെ ഓരോ ദിവസവും നീറി ജീവിക്കുകയാണ്. നമ്മുടെ മായമോളെ കല്യാണം കഴിഞ്ഞു. നീ ആഗ്രഹിച്ച പോലെ അവൾക്കൊരു ഡോക്ടർ പയ്യനെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പകരം അവൾക്ക് വേണ്ടി ഒരുപാട് ഹോസ്പിറ്റൽ തന്നെ സ്വന്തമായുള്ള ഒരു പയ്യനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. പറഞ്ഞാൽ നീ അറിയും. നമ്മുടെ മകൾ സുമിത്രയുടെ മകൻ. അവന് സുമിത്രന്റെ പോലെയല്ല, അവന്റെ അച്ഛന്റെ പോലെ ആ നല്ല ദേഷ്യക്കാരനാണ്. അത് കണ്ടാൽ തന്നെ എങ്കിലും സുമിത്രയുടെ എന്തെങ്കിലും ഒരു അംശം നന്മ അവനില്ലാതിരിക്കില്ലല്ലോ. അതോർക്കുമ്പോയ ഒരു സമാധാനം. പിന്നെ നമ്മുടെ മായമോളെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചതിൽ എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ്. പക്ഷേ എനിക്ക് വേറെ വഴിയില്ലല്ലോ. നിനക്കറിയാമല്ലോ, മായമോളെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് നമ്മുടെ മകൻ പോയിരിക്കുന്നത്. അവനോട് ഞാൻ അനീതി കാണിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചങ്ക് പരിച്ചിട്ടാണ് ഞാൻ മായയെ അവനെ ഏൽപ്പിച്ചത്. അവന്റെ സംരക്ഷണമില്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ മായ അവരുടെ കയ്യിലെത്തും. പിന്നെ ഞാൻ പറയേണ്ടല്ലോ എന്താ നടക്കാൻ പോകുന്നതെന്ന്. എല്ലാവരും പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കടുങ്കൈ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. നമ്മുടെ മായമോള് വിക്രമിന്റെ സംരക്ഷണത്തിലായിരിക്കും.